സദസ്സുകളാണ് വിളിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലയിൽ താമസിക്കുന്ന പട്ടികജാതിപട്ടിക വിഭാഗങ്ങൾ പതിറ്റാണ്ടുകളായി നേരിടുന്ന ചൂഷണത്തിനും അതോടൊപ്പം സാമൂഹ്യ പിന്നോക്കാവസ്ഥയും തുറന്നു കാണിച്ചുകൊണ്ട് നവംബർ മാസം 1-ാം തീയതി കേരളം പ്രകടിപ്പിച്ച് ആദിവാസി മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടത്തുന്ന ധർണയുടെ കാര്യം വിശദീകരിക്കാൻ കഴിയും. ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ 103 വർഷക്കാലമായി മഞ്ചേശ്വരത്തിനടുത്തുള്ള പാവൂർ പുറത കോളനി, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രാർത്ഥന ഗോത്ര വിഭാഗമാണ്. കേരളത്തിൽ കാസർഗോഡ് മാത്രമുള്ള ഒരു വംശനാശത്തിലൂടെയുള്ള വിഭാഗമാണുള്ളത്. അവർ കൈവശം വെച്ചു വരുന്ന ഭൂമി കഴിഞ്ഞ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേകിച്ചും മംഗലാപുരം ഡയസിസ് അതിനുള്ള അവകാശം, 39 ഏക്കർ ഭൂമിയിലുള്ള അവകാശം അവർക്കാണ് സ്ഥാപിച്ചിരിക്കുകയും ഇവിടെ താമസിക്കുന്ന 200 വരുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് ഭൂമിയിന്മേലുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് പട്ടയം കൊടുക്കാതെ, അവർക്ക് കൈവശാവകാശം കൊടുക്കാതെ ആ ഭൂമിക്ക് പട്ടയം നൽകിയാൽ അവർ വിറ്റുപോകും എന്നുള്ള ഒരു ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് ഭൂമി കൈവശപ്പെടുകയും ഈ സഭയുടെ ആളുകൾ അവിടെ കന്യാസ്ത്രീ പണങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ആസ്വീകരിച്ച് തുറന്നുകൊണ്ടിരിക്കും. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംഘടിച്ച് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് പടികളിൽ നടത്തിയൊരു സമരം. പിന്നീട് ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പല രീതിയിൽ ഭിന്നിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പല രീതിയിൽ ചിതറിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഗവൺമെന്റ് ആവട്ടെ ഈ കാര്യത്തിൽ ഒരുതരം നിസ്സംഗതയാണ്. കാരണം ആദിവാസികൾക്ക് ഭൂമി കൊടുക്കും എന്ന് എല്ലാ ഗവൺമെന്റും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ പുറകരുടെ കാര്യത്തിൽ മാത്രം ഇവർ തുടരുന്നവരാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് ഇവിടെ നടക്കുന്ന അനധികൃത നിർമ്മാണം, ആ നിർമ്മാണത്തിന് ഒത്താശ ചെയ്യുകയും കെട്ടിട നിർമ്മാണത്തിനുള്ള ലൈസൻസ് നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാർ വിഷയം, കേവലം ഒരു സഭയും ആദിവാസികളും തമ്മിലുള്ള വിഷയമാണ്. ഗവൺമെന്റിന് ഇതിനകത്ത് കാര്യമായി ഇടപെടാൻ, പ്രത്യേകിച്ചും ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ട്രസ്റ്റിന് കൈവശമാകാനുള്ള ഭൂമിയെ സംബന്ധിച്ച് വളരെ കൃത്യമായുള്ള സീലിംഗ് ഏർപ്പെടുന്നത്, ലിമിറ്റേഷൻ ഉണ്ടാക്കി. പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ സഭ ഇപ്പോൾ 359 ഏക്കർ ഭൂമി കൈവശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആദിവാസി ഭൂനിയമം 75 ആദിവാസിയുടെ അന്യായപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്ന നിയമം, ഇതെല്ലാം നിലവിലുണ്ട്. ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും റോമൻ കത്തോലിക്ക സഭ ഈ പറയുന്ന ആദിവാസികളുടെ ഭൂമിയിന്മേലുള്ള അവകാശം ഇപ്പോഴും ഉറപ്പിച്ചു നിർത്തുകയും, എന്നാൽ സർക്കാർ ആവട്ടെ ഇപ്പോഴും കോടിക്കണക്കിന് രൂപ, നമുക്കറിയാം കഴിഞ്ഞ 2015 ട്രൈബ്സ് എന്ന വിഭാഗത്തിൽ 5 വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 147 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയുടെ വളരെ ഏരിയയിലാണ്. പക്ഷേ ഒരു ഭാഗത്ത് ഇവർക്ക് ഭൂമിയിലെന്ന് പറയുകയും സഭയുടേതാണ് ഭൂമി എന്ന് സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ശതകോടികളുടെ വികസനം TSP ഫണ്ടിലൂടെ, ട്രൈബൽ പ്ലാനിലൂടെ ഈ പറയുന്ന മേഖലയിൽ അത് റോഡായിട്ടും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ടും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും, വീട് നിർമ്മാണം. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ആദിവാസികൾക്ക് അവരുടെ ഭൂമി, കൈവശ ഭൂമിക്ക് പട്ടയം നൽകണം. ഇതാണ് ഞങ്ങൾ പ്രധാനമായും മറ്റന്നാൾ നടക്കുന്ന ഈ ധർണാ സമരത്തിൽ ഉന്നയിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രദേശ ഒരു മുമ്പനാണ് ശ്രീ ജോൺ, അതോടൊപ്പം തന്നെ സ്റ്റീഫൻ അവരോട് വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കാര്യത്തിനേക്കാൾ നന്നായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം 2006 വനാവകാശ നിയമമാണ്. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളുടെ ആദിവാസി സംഘടനകളുടെയും പൗരാവകാശ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല വലിയ രീതിയിൽ നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് 2006 വനാവകാശ നിയമം നടപ്പിലാക്കിയത്. ആ കാലഘട്ടത്തിലും പിന്നീട് നാളിതുവരെ കാസർഗോഡ് ജില്ലയിൽ വനാവകാശ നിയമം നടപ്പിലാക്കുകയോ വനത്തിനകത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കൈവശ രേഖ നൽകുകയോ പല വിഭാഗങ്ങൾ ശേഖരിച്ച്, പ്രത്യേകിച്ചും പട്ടികൊണ്ടൊക്കെ നിർമ്മിച്ച് ചുവരിലും മുളയും തീറ്റയൊക്കെ ഉപയോഗിച്ച് ഇത്തരം കൈത്തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കുറയുടെയും മാവിലുടെയും മലവുകളുടെയും മലക്കുടികളുടെയും ഇടയിലുള്ള ഈ ജില്ലയിൽ ഇവരുടെ സാമൂഹ്യ വനാവകാശവും വ്യക്തിഗത
ഒരു ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ വനാവകാശ നിയമം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഒരു ഡിമാൻഡായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന് DC ലാൻഡ്. ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത രീതിയിൽ പട്ടികജാതിപട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡിമാൻഡ് ഭൂമിയാണ് DC ലാൻഡ്, ഡിപ്രസ് ക്ലാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഭൂമി വ്യാപകമായി കൈയേറ്റം ചെയ്യുകയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി ഇത് മുറിച്ചു വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭൂമി തിരിച്ചെടുക്കണം. ഈ ഭൂമി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജില്ലയിലെ ആദിവാസികൾക്ക് നൽകുക. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തിലെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു സമരവുമായിട്ട് വൈകുന്നേരം സംഘടിപ്പിച്ചു. അവർ ഉന്നയിക്കുന്ന കാര്യം ആശിക്കും ഭൂമി ആദിവാസികൾക്ക് എന്നുള്ള ഒരു 2011 കാലഘട്ടത്തിലെ UDF ഗവൺമെന്റ് കാലത്തെ ഒരു പ്രപ്പോസലിന്റെ തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ 25 സെന്റിന്റെ ഉടമകളാവേണ്ടവരല്ല കേരളത്തിലെ ആദിവാസികൾ, കാസർഗോഡ്. അവർ ഒരേക്കറും കുറയാത്ത ഭൂമി, അതായത് 2001 ഏകയാന്യമായിട്ട് ആദിവാസി നേതാക്കന്മാരായ ശ്രീ ജാനുള്ള ആളുകൾ സമരത്തിന്റെ തുടർച്ചയായിട്ട് ഡെഗ്രിമെന്റുണ്ടായി. സംസ്ഥാനത്തെ ഭൂരിഹിതരും ഒരേക്കർ താഴെ ഭൂമികളുടെ ഓരോ ആദിവാസി കുടുംബങ്ങൾക്കും ഒരേക്കർ കുറയാതെ ഭൂമി ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ 5 ഏക്കർ വരെ എന്നുള്ള നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ UDF ഗവൺമെന്റ്, പിന്നീട് വന്ന PSN നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റും, പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റും, ഇപ്പോൾ തുടരുന്ന പിണറായിയുടെ ഒക്കെ ഗവൺമെന്റിന്റെ പൊതു നയം ആദിവാസികൾക്ക് ഒരേക്കർ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരേക്കർ ഭൂമി കൊടുക്കാനുള്ള റൈറ്റ് നിലനിൽക്കുമ്പോൾ ആശിക്കും ഭൂമി ആദിവാസികൾക്ക് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപക്ക് 25 സെന്റ് ഭൂമി മാത്രം വാങ്ങിക്കൊടുത്ത് ഇവരുടെ ഭൂമിയുടെ അവകാശം 25 സെന്റായിട്ട് വളർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വളരെ നിരാശാജനകമാണ്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലുള്ള ആദിവാസി കൊടുക്കാൻ, അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൈവശമുള്ള ഭൂമിയായാലും അല്ലെങ്കിൽ DC ലാൻഡിനെതിരായാലും വനാവകാശ നിയമത്തിലായാലും ആവശ്യത്തിലേറെ ഭൂമി ഈ ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അവർ ഒരേക്കർ ഭൂമി തന്നെ നൽകണം. ഈ DC ലാൻഡ് മുഴുവൻ തിരിച്ചെടുത്തുകൊണ്ട് പട്ടികജാതിപട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ്. അതോടൊപ്പം തന്നെ വ്യാപകമായി ശ്മശാനം കൈയേറ്റം ചെയ്യുന്നു. ആദിവാസികൾ ദളിതരും ശ്മശാനം ദഹിപ്പിക്കാൻ പാടില്ല, അതൊരു തെറ്റുവരമാണ്. കാരണം അവരെ പ്രത്യേകിച്ചും നമുക്കറിയാം, ഇവിടെയൊക്കെ പാറപ്രദേശങ്ങൾ, ഈ പാറപ്രദേശങ്ങളിൽ ആളുകളെ ദഹിപ്പിക്കാനല്ലാതെ കുഴിച്ചെടുത്ത് വലിയ പ്രയാസമാണ്. പക്ഷെ അത് തദ്ദേശ സ്ഥാപനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടം പലപ്പോഴും ചെയ്യുന്നത് അവർക്കുള്ള ദഹിപ്പിക്കാനുള്ള ഹിന്ദുവാചാര പ്രകാരമായിട്ട് മറ്റാചാര പ്രകാരം ദഹിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു സ്ഥിതി പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് പറയുന്നത് ശ്രീ തങ്കപ്പൻ എരുമയിൽ, അദ്ദേഹം ഈ പെരിയ സമരഭൂമിയിൽ അവിടെ ചങ്ങറയിൽ നിന്ന് പട്ടയം വാങ്ങി താമസിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രധാനിയാണ്. അവിടെ ചങ്ങറ പ്രതിവാസ പാക്കേജിന്റെ ഭാഗമായി 2010 PS ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കേരളത്തിലെ 8 ജില്ലകളിൽ ചങ്ങറയിൽ സമരം ചെയ്ത കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള പെരിയയിൽ 350 കുടുംബങ്ങൾക്കാണ് ഭൂമി കണ്ടെത്തിയത്. അന്ന് 200 ഏക്കർ ഭൂമിയാണ് ആ പാക്കേജിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചത്. ആ ഭൂമി നല്ലൊരു ഭാഗം കയ്യേറ്റം നടന്നു ആ കാലഘട്ടത്തിൽ. അത് വലിയ ഇടപെടലിനെ തുടർന്ന് അത് അളന്നപ്പോൾ അവിടുത്തെ ഒരു സ്വകാര്യ കോളേജിന്റെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതാണ്ട് 34 ഏക്കർ ഭൂമി കൈയേറുകയും ശേഷിക്കുന്ന 166 ഏക്കർ ഭൂമി അന്ന് പട്ടികജാതി വികസന വകുപ്പിന് കൈമാറുകയും KR നാരായണൻ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി സൊസൈറ്റി എന്നുള്ള സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അവിടെ 11.34 കോടി രൂപയുടെ വികസന പ്രവർത്തനം പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുകയും ചെയ്തു. അവിടെ കേവലം 10-60 കുടുംബങ്ങളാണ് ഇപ്പോഴുള്ളത്. കുറച്ചുപേർ മഞ്ചേശ്വരത്തും, ചില ആളുകൾ ചീമേനിയിലും കള്ളാറിലൊക്കെ കുറച്ചുപേർ മാറിപ്പോയി ഒഴിച്ചാൽ ഏതാണ്ട് ഒരു 275ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഈ കാസർഗോഡ് ജില്ലയിൽ പട്ടയം കിട്ടിയ ആളുകൾ ചങ്ങരയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പ്രതിവാസി ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. ആ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് ഇക്കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി കേരള സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ചങ്ങറ പാക്കേജിൽ മാറ്റി വെച്ചിട്ടുള്ള 166 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് അത് റവന്യൂ വകുപ്പിന് കൈമാറാനും മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചങ്ങറക്കാരോടൊന്നല്ല, ഈ കേരളത്തിൽ പ്രത്യേകിച്ച് പട്ടികജാതിപട്ടികവർഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈ ഭൂമിക്ക് അവകാശികളായിട്ടുള്ളത്. അപ്പൊ അത്തരം ആളുകളുടെ ഭൂമി തിരിച്ചെടുത്തുകൊണ്ട് അവരെയൊക്കെ വഴിയാധാരമാക്കുന്ന ഒരു സ്ഥിതിയാണ് തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ് റദ്ദ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ മറ്റന്നാൾ നടക്കുന്ന ധർണാ സമരത്തിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതൊരു കേരളത്തിലെ നമുക്കറിയാം പല മറ്റ് ജില്ലകളിലെ സംബന്ധിച്ച് വളരെ പിന്നോക്കം നിൽക്കുകയും പട്ടികജാതിപട്ടികവർഗ സംഘടനകൾ അതിന്റെ ഗൗരവമായിട്ട് ഇടപെടുകയും ചെയ്യാതെ, പ്രത്യേകിച്ച് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും വലിയ അർത്ഥത്തിൽ ഭൂമി പോലും വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെ ഭൂമി തട്ടിയെടുത്ത സംഭവം നിരവധിയായിട്ട് ഈ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ഒരു മേഖലയിൽ കുറെ കൂടി സജീവമായി ഇടപെടണം എന്നുള്ള അർത്ഥത്തിലാണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ
ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കാതലായിട്ട് ഉന്നയിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുറകെ നേരിടുന്നത്. അതിപ്പം കേവലം പാവൂരിൽ മാത്രമുള്ള വിഷയമല്ല, അത് വതിയുടിക്കിലായാലും കുടിക്കൂറിലായാലും എല്ലാം ഈ വിഷയമുണ്ട്. അപ്പം പുറകർക്ക് പട്ടയം കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റുപോകുമെന്ന് പറയുന്ന ഒരു പൊതു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഭൂമിയിൽ നിന്നുള്ള അവകാശത്തെ കാലങ്ങളായിട്ട് നിഷേധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ ഒരു സജീവമായ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമരത്തെ പിന്തുണക്കണം. അതിനു കൂടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീ ജോൺ, അദ്ദേഹം പുറക സമുദായത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം അവിടെയുള്ള ഊരുമുഖനാണ്. അദ്ദേഹത്തിന് ഇക്കാര്യം സംസാരിക്കാനുള്ളത്. ഈ ഭൂമിയുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു 2-3 പ്രാവശ്യം ഒരു ഇങ്ങനെ മഞ്ചേശ്വര താലൂക്ക് പഞ്ചായത്ത് താലൂക്കിലെ ഞങ്ങൾ പ്രതിഭടന ചെയ്തിട്ടുണ്ട്. അതിന് ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല സർക്കാർ. അല്ലാതെ ഈ സ്ഥലത്തിൻ്റെ അവകാശം നമ്മൾ ചർച്ച് കാത്തോലിക് സഭ ചർച്ചിന്റെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ ബാംഗ്ലൂർ ഡയസിസ്. അവിടുത്തെ ബിഷപ്പ്, ആ ബിഷപ്പിൻ്റെ അടുത്ത് നമ്മൾ 2-3 പ്രാവശ്യം പോയി ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഒരു മറുപടി ഒന്ന് കിട്ടുന്ന, നമുക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സമരത്തിന് റെഡിയാക്കിയിട്ടാകുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സമരം കൊണ്ടുപോകാൻ ചേർക്കണമെന്നില്ല, നമ്മൾ ഈ സ്ഥലാവകാശം വിട്ടുകൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സർക്കാരിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് പട്ടയില്ലാതെ കൊണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ ഒരു 5 വർഷം നമുക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഈ പ്രശ്നങ്ങൾ നമുക്ക് ഈ മഞ്ചേശ്വരം പുറക കോളനി മാത്രമല്ല കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ പുറക കോളനി ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം അധികമായിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് പുറക വിഭജന സംഘ കാസർഗോഡ് ജില്ല ഇതിൻ്റെ പ്രസിഡന്റുമാണ്. അപ്പോൾ നമ്മൾ എല്ലാ കോളനിക്ക് നമ്മൾ പോകുമ്പോൾ ഇതേ പ്രശ്നം നമുക്ക് അറിയുന്നുണ്ട്. എല്ലാ പുറക സമുദായക്കാരും അവർക്ക് കൊടുത്ത സ്ഥലമല്ലേ, അവർക്ക് താമസമില്ല. എത്ര കുടുംബം അവിടെ താമസമുണ്ട് ഇപ്പോഴും? കാര്യമെടുത്ത് എന്ന് പറയുമ്പോൾ രാജ്യത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു 53 ഏക്കർ കേരളക്കാർക്ക് മാറ്റിവെച്ചുകൊണ്ട് അവിടെ താമസിക്കുന്ന സ്ഥിരമായി പറയുമ്പോൾ 85 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. 85 കുടുംബങ്ങളിൽ 24 കുടുംബങ്ങളെ അവിടെ താഴെയായിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ വീട് വെച്ചിരിക്കുന്നത് ഒരു ചെങ്കൽപ്പാറ മുകളിൽ. അപ്പം അങ്ങനെ വാസയോഗ്യവും കൃഷിയോഗ്യവും അല്ലാത്ത ഒരു പ്രദേശം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും അങ്ങനെ ഉള്ള ഭൂമിയാണ് ഈ 11 വർഷക്കാലമായി ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അനുവദിക്കപ്പെടായ ഭൂമി എന്ന് പറയുന്നത് വാസയോഗ്യവും കൃഷിയോഗ്യമായും മിച്ചഭൂമി എന്ന് സർക്കാർ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. 2017 ബഹുമാനപ്പെട്ട പട്ടികാരി നേതാക്കൾ വിദ്യാനന്ദൻ IAS അന്ന് നടത്തിയ അദാലത്തിന് മിച്ചഭൂമി എന്ന് എടുത്തു പറഞ്ഞു. 166 ഏക്കർ ഭൂമി 360 കുടുംബത്തിനുണ്ട്. വാസയോഗ്യവും കൃഷിയോഗ്യമായ ഭൂമിയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പകരം ഞങ്ങൾ ഈ 11 വർഷക്കാലം ചെങ്കൽപ്പാറയിൽ കുടിവെള്ളം പോലും ഇല്ലാത്ത പ്രദേശത്ത്
മനഃപൂർവ്വം എടുത്തു പറയുമ്പോൾ എൻഡോസൾഫാൻ എന്ന് പറയുന്ന മാരക വിഷം തളിച്ച് 2010 വരെ അവിടെ തളിച്ചെടുത്ത് ഞങ്ങൾ ഈ രേഖയുണ്ട്. ആ കാലത്താണ് ഞങ്ങൾ കൂടിയത്. അപ്പം മനഃപൂർവ്വം ഞങ്ങളെ അവിടെ ബലി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. തെരഞ്ഞെടുപ്പ് സമരത്തെ കുറിച്ച് പറയുമ്പോൾ 2006 സമരം എന്ന് പറയുന്നത് ഭൂരഹിതരുടെ ഒരു മുന്നേറ്റം. അത് SC/ST എന്നോ ജനറലല്ല, മുഴുവൻ കേരളത്തിലെ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ അയ്യാഗ്രമായ ഒരു സമരം. അവസാനം അതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കോപ്പറേറ്റീവുകളും ചേർന്നുകൊണ്ട് വർഗക്കാർക്ക് 1 ഏക്കറും പട്ടികജാതിക്കാർക്ക് 50 സെന്റും ജനറൽ വിഭാഗത്തിന് 25 സെന്റും അങ്ങനെ ഒരു കാര്യം, ഒരു ഡിവൈഡ്. പക്ഷെ അത് ശരിയല്ല. കാരണം ചന്ദ്രബാബു ഭൂസമരം എന്ന് പറയുന്നത് മുഴുവൻ ഭൂരിജനർക്കും ഭൂമി കൊടുക്കണം, 5 ഏക്കർ ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ സമരം സർക്കാർ ഉദ്യോഗസ്ഥന്മാര് അതിനകത്ത് വളരെ ചേർന്നുകൊണ്ടാണ് വിഭാഗീയത സൃഷ്ടിച്ചത്. ജനങ്ങളിൽ നിന്നും പട്ടികജാതിയിൽ നിന്നും SC/ST. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കേരളത്തില് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഗവൺമെന്റ് പറയുന്ന മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 8-ാം തീയതി 3 സെന്റ് ഭൂമി കൊടുക്കും. ഈ ബഹുമാനപ്പെട്ട ജില്ലാക്കൾ അതനുസരിച്ച് 3 സെന്റ് ഭൂമി കൊടുക്കുമ്പോഴും ഞങ്ങളവിടെ 50-നും 1 ഏക്കറിനും കൂടെ സമരം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത് 3 സെന്റ് അല്ല, ജീവിക്കുവാനുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്ന 5 ഏക്കർ ഭൂമി. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് പട്ടിണി മാറ്റണമെങ്കിൽ തുല്യത, ഭരണഘടന അനുശാസിക്കുന്ന തുല്യത, സമത്വം, നീതി, ഇത് ഇന്ന് വരെ ഈ ജനാധിപത്യ രാജ്യത്ത് നടപാടിയിട്ടില്ല. അതാണ് മിനിഞ്ഞാന്നും ആദിവാസികൾ ഉൾപ്പെടെ ഈ ഒരു മാസമായിട്ട് കാസർഗോഡ് ജില്ല ആ സ്ഥാനത്ത് ആദിവാസികളുടെയും ദളിതരുടെയും ഒരു സമരത്തിന്റെ ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നത് പുതിയ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിമാൻഡ് ഇതാണ്. ചെങ്ങറയിലെ കാര്യത്തിലുള്ള ഒരു കഴിഞ്ഞ സർക്കാർ ഉത്തരവാണ് ഈ മെയ് മാസം 1-ാം തീയതി. അതിനകത്ത് വ്യക്തമായിട്ട് ഈ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുത്തു പറയുന്നു. ഞങ്ങൾക്കുള്ള ധൈര്യത്തിലേ ഉള്ളൂ. അതായത് ഈ ചെങ്ങറ പാക്കേജിൽ 1495 പേർക്ക് ഭൂമി കൊടുക്കുകയും കേവലം 100-150 പേർക്ക് മാത്രമാണ് വാർഷികമായി ഭൂമി കിട്ടിയിട്ടുള്ളത്. ശേഷിക്കുന്ന ആളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഹൈക്കോടതി ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടി, ആ റിപ്പോർട്ട് തേടിയപ്പോൾ സർക്കാർ ആ കാര്യം സമ്മതിക്കുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു പൂർണ്ണമായും പ്രതിരോധം ഉറപ്പാക്കുന്നത് വരെ ഈ ഭൂമി തിരിച്ചെടുക്കരുത്. പിന്നെ ഇവരുടെ പ്രധാന വിഷയം, ഇവർക്ക് 25-50 സെന്റ് പട്ടയം കിട്ടിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. അന്ന് ഞങ്ങൾ അവിടെ പട്ടയമായിട്ട് ആളുകളെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻകാർ ആ ഭൂമി അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് സർക്കാർ ജയിക്കുകയും ഒരു കാരണവശാലും ഇവരവിടെ പ്രവേശിക്കാതെ വന്നപ്പോൾ അന്നത്തെ കലക്ടർ 2011 കാലഘട്ടത്തിൽ കലക്ടർ വളരെ കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ ആ ഭൂമിയുടെ ഉടമസ്ഥ സർക്കാരാണ്. അതുകൊണ്ട് ഇവരവിടെ താമസിക്കും. അങ്ങനെയാണ് ഈ 8 സെന്റും 6 സെന്റും ഉള്ള സ്ഥലത്ത് ഇവരവിടെ അല്പാൽപ്പം അവിടെ മണക്കുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കും. അപ്പൊ ഇവരുടെ ഒരു ആവശ്യവും ഭൂമിക്ക് പട്ടയം കിട്ടുക എന്നുള്ളത്. പിന്നെ ആ പട്ടയം കൊടുക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം ആ പട്ടയം കൊടുക്കുന്നത്. പക്ഷേ ശേഷിക്കുന്ന 166 ഏക്കർ ഭൂമി ഒരു 15 ഏക്കർ കഴിഞ്ഞ് 150 ഏക്കർ സർക്കാർ തിരിച്ചുപിടി. അതിനാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഈ പറയുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന് അവർ പലരും പട്ടയം വാങ്ങി പരിപാടിയിലാണ്. പലരും വാടകയാണ്. അതിന് തിരിച്ചു ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ആകെ 91 പേർ മാത്രമാണ് അന്ന് വന്നത്. ആകെ സർക്കാർ തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ വാടകയായതുകൊണ്ട് തിരിച്ചു പോകും. അപ്പൊ ആ ആളുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളും വാടകയ്ക്കായി താമസിക്കുന്നു. അപ്പൊ അവരുടെ പുനരധിവാസം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സർക്കാർ തിരിച്ചു പിടിക്കുക. ഈ പാറയെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നിർത്തുന്നില്ല. പക്ഷെ അവർക്ക് ബദൽ ഭൂമി കണ്ടെത്തി കൊടുക്കണം. അതത് ജില്ലകളിൽ, ഇവിടെയല്ല. പത്തനംതിട്ടക്കാർക്ക് അവരുടെ ജില്ലയിൽ കൊടുക്കണം, കോട്ടയത്തോട്ട് അവിടെ കൊടുക്കണം. അല്ലാതെ അവരെ കാസർഗോഡ് കണ്ണൂർ കൊണ്ട് നടക്കേണ്ട കാര്യം. ഇതാണ് ഞങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പുതിയൊരു ഞങ്ങൾ നടത്തി. ആ ഒരു ഡിമാൻഡിൽ മുന്നോട്ട് പോകും. വിഷയത്തിലൊന്ന് പ്രചോദനത്തിൽ ആ സ്ഥലമൊന്ന് സന്ദർശിച്ചാൽ നന്നായിരിക്കും. സമയം കിട്ടുന്ന എല്ലാവരും പറയുന്നത്
താലൂക്ക് ഓഫീസ് പടിയിൽ സമരം ചെയ്തു. അന്ന് അവരോട് പറഞ്ഞു ഈ സമരത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് 3 സെന്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചെതറിപ്പിച്ചു, പ്രലോഭിപ്പിച്ച് ചെതറിപ്പിച്ചു. എത്ര കുടുംബത്തിന് കൊടുത്തിട്ട് 250 പേർക്ക്. ഇപ്പം അവരുടെ പേരിൽ ഇപ്പോഴും റവന്യൂ റെക്കോർഡിൽ അപ്ലോഡിൽ 1 ഏക്കറോ 1.5 ഏക്കറൊക്കെ ഇവർ ഹോൾഡ് ചെയ്യാനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉടമകൾ. പക്ഷെ അതിന് യാതൊരു അവകാശമില്ല. അതെന്തിനാന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ. കാരണം അല്ലെങ്കിൽ സർക്കാർ തിരിച്ചു പിടിക്കും. കാരണം 15 ഏക്കർ മാത്രമേ ഒരു വ്യക്തിക്ക് കൈവശമുണ്ടാവും. ഒരു ട്രസ്റ്റിനാണെങ്കിൽ 50 ഏക്കർ. അതിൽ കൂടുതൽ ഭൂമി വരുമ്പോൾ ഗവൺമെന്റിന് തിരിച്ചു പോകും. അപ്പോൾ അത് തിരിച്ചു പോകാനായിട്ട് വളരെ തന്ത്രപരമായി ഇവർ കുറെ ആദിവാസികളുടെ പേരിൽ ഭൂമി ഹോൾഡ് ചെയ്യുന്ന റെക്കോർഡ് ഉണ്ടാക്കി. അത് കേവലം റെക്കോർഡ് മാത്രമാണ്, അതിലൊന്നും അവകാശമില്ല. ഇപ്പോഴും വീടെടുക്കണമെങ്കിൽ അവിടെ കൺസെന്റ് ലെറ്റർ വേണം. എങ്കിൽ മാത്രമേ ഇവർക്ക് അവിടെ പഞ്ചായത്തിൽ നിന്നോ മറ്റോ വീട് കിട്ടുന്നത്. ഇത് അവരുടെ അവസ്ഥ. ഇതിനകത്ത് ഇപ്പോ ഒരാൾ വിളിക്കും, ബാക്കി എല്ലാവർക്കും ഇല്ല. എനിക്ക് തോന്നിയതായ 50 സെന്റ് പട്ടയം ഈ 50 സെന്റ് സ്ഥലം എന്ന് പറയുന്ന 300 സർവേ നമ്പർ 340. ആ അതിന്റെ പ്ലാനാണ് ഈ 341 സർവേയില് എനിക്ക് 50 സെന്റ് ഭൂമി കാലിയെടുക്കത്ത് തന്നതിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ പരിപാടിയിൽ ഒരു അപേക്ഷ കൊടുത്ത് അവർ അപേക്ഷ പരിശോധിച്ചിട്ട് പറഞ്ഞു താങ്കൾക്ക് മതിയായ രേഖകളില്ല, താങ്കളുടെ ഉടമസ്ഥാവകാശം തരാൻ നിയമമില്ല. അപ്പം എൻ്റെ പട്ടയം 341 അവരുടെ മാർക്കുകൾ ഇതെല്ലാം ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ കാലിയടക്കം 342 പറയുന്ന അല്ലെന്നും അതുകൊണ്ട് എൻ്റെ അപേക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമസ്ഥാവകാശ അവകാശം പ്രകാരം എനിക്ക് കരം അടയ്ക്കാനും വികാരിയല്ലെന്നാണ് എല്ലാ ഭരണാധികാരികൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് പരിശോധിക്കണം. ഈ ഞങ്ങൾക്ക് 156 ഏക്കർ ഒറ്റ വിലയില്ല, ഒരു വിലയില്ല, വലിയ വിലയിലാണ് 156. ആ ഇപ്പം ഇത് തെറ്റാണെന്ന് പറയുകയും ചെയ്യും. 341 പിന്നെ നമ്മുടെ അംബേദ്കർ കോളേജ് അതാണ് 34 ഏക്കർ മാറ്റി വെച്ചിട്ടുള്ളത്. ഇതൊന്നും വാസയോഗ്യമല്ല, ഉള്ള ഭൂമിയല്ല, വാസയോഗ്യം കുടിയുള്ളവരാണ്. അപ്പം ഞങ്ങൾക്ക് അനുവദിച്ചായ വലിയ വില്ലേജിലെ 156 ഏക്കർ ഭൂമി കാരണം അതുകൊണ്ടാണ്, അതാണ് ഞാൻ